Hello guys, welcome back to our channel. ഇന്ന് നമ്മൾ വിചാരിച്ചു നമ്മുടെ നൊസ്റ്റാൾജിക് ഫീലായ ചിരിയുടെ പഴയ വീട്ടിലേക്ക് നമുക്കൊന്ന് പോകണമെന്ന്. അപ്പോൾ നമ്മൾ ഇപ്പം സത്യം പറഞ്ഞാൽ അവിടെ ആരും ഇല്ല കേട്ടോ. ഒരു വാടകയ്ക്ക് അടക്കം ഒരാളുണ്ടായിരുന്നു. ഇപ്പം പണ്ട് നമ്മളെ ഫോളോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും പിച്ചിന്റെ പഴയ വീടും അവിടെ പോകുന്ന വഴികളൊക്കെ. അമ്മന്റെ വീട്ടിലേക്ക് പോവാൻ ചെമ്മനാട് പോവാം. അപ്പം നമ്മള് ഇന്ന് അങ്ങോട്ട് പോവാണ് ഗൈസ്. യാഷു ഇതുവരെ പോയിട്ടില്ല സത്യം പറഞ്ഞാല്. അപ്പൊ യാഷു ഫസ്റ്റ് ടൈം ആണ് യാഷുവിനെ കൊണ്ട് പോകാൻ പോകുന്നത്. വാടകയ്ക്ക് അടക്കം ഒരാളുണ്ടായിരുന്നു. അപ്പൊ അവരും പോയിട്ട് ഇപ്പൊ എന്താ പറഞ്ഞ ഒരു കാട പിടിച്ച പോലെ ആയിരിക്കും ഇപ്പൊ അവിടെ. കാരണം അവര് പോകുന്ന വഴി. അപ്പൊ അതിൽ കൂടെ ആരും നടക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ മൊത്തം ചെടി ഇതൊക്കെ ആയിട്ട് വളർന്നിട്ട് ആ വഴി തന്നെ കാണാനുണ്ടാവില്ല. യാഷിനെ കാണുന്നില്ല കേട്ടോ. അയ്യോ യാഷിനെ കാക്ക കൊണ്ടോയാ? യാഷ് പുറത്തു പോയോ? കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ ഇതാരുടെ ഈ കാല്? ഇതാരെ കാല്? നമുക്ക് ആനേനെ മാറ്റി നോക്കാം. ആരാ ഇവിടെ ഒളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ആനേനെ മാറ്റുന്നുണ്ട്. കള്ളക്കുഞ്ഞോ? അല്ലേ കള്ളക്കുഞ്ഞ് അല്ലടാ നീ. ഗുഡ് ബോയാ? അശ്വമോന് നോക്കിക്കോ. പപ്പന്റെ മുടി വരുത്തരും. ഇപ്പം ഇതാ നോക്കിക്കോ. പപ്പന്റെ മുടി വരുത്താ. ഓ പപ്പന്റെ മുടി വരുത്തിട്ട് അമ്മനെ മുടി വരി കൊടുക്കാൻ പോകുന്നുണ്ട്. ഓ പപ്പന്റെ മുടി വരുത്തില്ല. പപ്പന്റെ മുടി വരുത്താടോ. ഇത് മുട്ടണ്ടേ? പപ്പന്റെ മുടി വരുത്ത. ഗുഡ് ബോയ് ആണ്. യാഷിന്റെ മുടി വരും. ഗുഡ് ബോയ്. കണ്ടാ മുടി? അമ്മന്റെ മുടി പോകുന്നുണ്ടാ? പൊട്ടിച്ച? ആര് പൊട്ടിച്ച? കണ്ണു പൊട്ടിച്ച? കുഞ്ഞെന്താക്കിയ? മുടി വാരി. എന്നിട്ട് മുടി വാരിയപ്പോ എന്തായി? അമ്മ ചൊടിച്ചോലു. അയ്യോ പാവയാശു. അമ്മ ചൊടിച്ചോലു കുഞ്ഞിനോട്. പോ ഒന്ന് കിട്ടും. വെടിക്ക്. യാശുല്ലേ? യാശുവിന്റെ ഇപ്പൊ സ്ഥിരമാണ്. ഇപ്പൊ അവൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ദേഷ്യം പറഞ്ഞ ഒന്നടി കിട്ടും പറയും. പിന്നെ ഒന്ന് ടോ 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 വെടിയേക്കും എല്ലാരും. ആനട കുഞ്ഞേ പാപ്പനെ വെടിയേക്കണ. അപ്പൊ പാവല്ലേ? അപ്പൊ റെഡിയാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. മമാ എർത്തിന്റെ ചിയ ഓയിൽ ഫ്രീ ഫേസ് വാഷ് ആൻഡ് മോയ്സ്ചറൈസർ. ട്രാവലിംഗ് പൊല്യൂഷനും സ്ട്രെസ്സും കാരണം നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡള്ളും ഡീഹൈഡ്രേഷനും ഒക്കെ ആവാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് മമാ എർത്തിന്റെ ഈ ഒരു പ്രോഡക്റ്റ്. ഇത് നോർമൽ ടു ഓയിലി സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതിലെ ചിയയും സെറാമിഡ്സും സ്കിൻസിലെ നാച്ചുറൽ ബാരിയറിനെ സ്ട്രെങ്തൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല ഇത് ടോപ്പ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതുപോലെ ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ് ആൻഡ് ഓൾസോ ഫ്രീ ഫ്രം ഹാംഫുൾ കെമിക്കൽസ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഹൈഡ്രേറ്റഡ് ഗ്ലോ ആണ് കിട്ടുന്നത്. അപ്പോൾ ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞ് ഞാൻ മമാ എർത്തിന്റെ തന്നെ ചിയ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മമാ എർത്തിന്റെ പ്രോഡക്റ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പ്രോഡക്റ്റ് ഇഷ്ടമായതുകൊണ്ട് മാത്രമല്ല, നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കമൻസിനനുസരിച്ചിട്ട് ആ ഒരു പ്രോഡക്റ്റ് വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താറുണ്ട്. ഇതിന് സിമ്പിളായ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 സ്പൂൺ ചിയ സീഡ് ഇട്ടതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ച് ഒരു 1 ഹവർ സോക്ക് ചെയ്യാൻ വെക്കുക. 1 ഹവറിന് ശേഷം ഇതുപോലെ എല്ലാ മോയ്സ്ചറും അബ്സോർവ് ആയി എക്സ്പാൻഡ് ആവൂലേ, അതുപോലെയാണ് നമ്മുടെ സ്കിന്നിലും ഈ ചിയ വർക്കാവുന്നത്. പ്രോഡക്റ്റ് വേണ്ടവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മമാ എർത്തിന്റെ പ്രോഡക്ട്സ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. കൂടാതെ അടുത്തുള്ള സ്റ്റോർസിലും അവൈലബിൾ ആണ്. മമാ എർത്തിന്റെ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് രാജേഷ് 2025 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 20% അഡീഷണൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ടാറ്റ പറ അക്ക. കണ്ടിച്ചാ ടാറ്റ പറഞ്ഞേ? ടാറ്റ ബൈ. വേഗം വരാ പറ. ഹലോ ഗായ്സ്, അപ്പം നമ്മളിത് ചെമ്മനാട് ചിന്നുവിൻ്റെ നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇതാണ് വഴി കേട്ടോ. ഈ വഴി കൂടെയാണ് ചിന്നുവിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത്. പഴയ ബ്ലോഗിൽ കണ്ടവർക്ക് മനസ്സിലാവും ഈ വഴി കാണുമ്പോൾ. ആ സമയത്ത് നമ്മൾ പഴയ വീട്ടിലുണ്ടായിരുന്നു താമസം. അതെ, അന്നേരം ഉണ്ടായിരുന്നു. മാറിയിട്ട് എത്ര വർഷമായമേ? 3 വർഷമായി. യാഷിമോനും ചിന്നുവിൻ്റെ അമ്മയും മുമ്പിൽ നടക്കുന്നുണ്ട്.
ഒരു നൊസ്റ്റു ഫീലാണിത്, ഇങ്ങനെ ഈ വരമ്പ് കൂടെ ഒക്കെ നടന്നിങ്ങനെ പോവാന്നുള്ളത്. ഞങ്ങൾ സ്കൂളിലെല്ലാം പോകുമ്പോ ഇതിലാണ് ഇങ്ങനെ പോകും. അതെ, ചിന്നൊക്കെ ഇവിടെ എത്ര പ്രാവശ്യം വീണിക്കുന്നു അല്ല ചിന്ന? അങ്ങനെയൊന്നുമില്ല, എക്സ്പേർട്ട് ആണ്. എക്സ്പേർട്ട്. വീണിട്ടില്ലേ നീ? ഇല്ല. വീണിന് പിന്നെന്ത്, ഒരിക്കലും വീണ, അത് രാത്രി പോകുമ്പോ വീണല്ലോ. പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല, പോവാൻ പറ്റൂല കേട്ടാ. ഒന്നും പറ്റിയിട്ടില്ല. വീണിട്ട് ഇത് വേണം. എന്ത് വേണം? നമുക്ക് ശീലം ഇല്ലാത്തവർക്കൊന്നും പോവാൻ പറ്റൂല. എന്തേന്ന് പേടിയാവും. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ ഉണ്ടാവും ഗൈസ്. അപ്പം നമ്മൾ നേരത്തെ അത് കണ്ട ഇക്കൂടെ ഇതെല്ലാം സിമ്പിൾ. നമ്മളിനി ഇതിൽ കൂടെ അങ്ങ് കയറിപ്പോകും ഗൈസ് ഈ പാലം. അശ്വൻ മഴക്കാലത്ത് ഏത് മഴക്കാലത്ത് ഇവിടെ നല്ല വെള്ളമായിരിക്കും. അശ്വൻ നോക്കിയേ, അശ്വൻ. പക്ഷെ നമ്മ വന്ന സമയം കറക്റ്റ് സമയമാണ്, കൊതുകെല്ലാം അഴിഞ്ഞിടാൻ തുടങ്ങുന്ന സമയമാണ്. നല്ല കൊതുകുണ്ട്. എനിക്ക് ഇവരെ പഴയ വീട്ടിൽ പോകുന്നതിൻ്റെ ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ആ കൊതുക് എന്നെ മാത്രം കടിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്, എന്നെ മാത്രം ഇങ്ങനെ കൊതുക് കടിക്കാൻ എന്താണ് റീസൺ? ആക്ച്വലി നല്ല ചോര കൊതുകിന് ഇഷ്ടമാണെന്ന് പറയുന്നത് മേ ബി അതായിരിക്കാം അല്ലേ? ഇന്നോ എന്ത് പറയുന്നു? അതൊന്നും പറയാനില്ല. അവർക്കൊന്നും പറയാനില്ല. നിങ്ങൾ തന്നെ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതെന്താ എനിക്കൊന്നും പറയാൻ പറ്റാത്തത്? എനിക്ക് പറയാം, എനിക്കെല്ലാം പറയാം. അപ്പോൾ എൻ്റെ അമ്മക്ക് ഇവരെ ഈ വഴി കൂടെ വരാൻ പേടിയാ. അമ്മ ഒരു പ്രാവശ്യം വീണു. എൻ്റെ അമ്മ വന്നപ്പോൾ 2 പ്രാവശ്യം വന്നപ്പോൾ അമ്മ 2 പ്രാവശ്യം വീണു അമ്മ. അപ്പം അതിന് ശേഷം അമ്മക്ക് പേടി ഇവിടെ വരാൻ. വൈകില്ല പേടിയാ നമുക്ക്. ഇത്രയും വർഷയില് നടന്നു പോയിട്ട് നമുക്ക് ഇപ്പൊ പേടിയതാ, തല കറക്കുന്നത് നമുക്ക്. അത് നീ ചെറിയ വരമ്പല്ലേ, അത് കാരണം. ഇത് വഴിയുണ്ടോ? നല്ല വഴിയുണ്ടോ? ഇങ്ങനത്തെ ഇടയിൽ പോണ്ടേ? കുഞ്ഞിനോണ തൊട്ടാ ഈ ചെറിയ വരമ്പ്, അതുകൊണ്ടാണ് ഇവനും കൊണ്ടാ പേടിയാന്ന് പറയുന്നത് നടക്കാൻ. എൻ്റെ അമ്മ 2 പ്രാവശ്യം വീണപ്പം എന്ത് പറ്റി? അമ്മ പറഞ്ഞു അപ്പൊ ഇവര് പുതിയ വീട് കെട്ടാനുള്ള പ്ലാൻ ഉണ്ട്. അമ്മ പറഞ്ഞു നിങ്ങൾ പുതിയ വീട് കെട്ടിയതിനു ശേഷം ഞാൻ അങ്ങോട്ട് വരാം. നല്ല രസമായിരുന്നു മുമ്പ്. അപ്പം അമ്മ പറഞ്ഞു യെസ്, ഇനി നിങ്ങൾ പുതിയ വീട് കെട്ടു, അതിനുശേഷം ഞാൻ വരാറ്. കാരണം 2 പ്രാവശ്യം വീണപ്പോൾ പറഞ്ഞു ഈ ഭാഗത്തേക്കില്ല പറഞ്ഞു. അങ്ങനെ ഇപ്പം ചിന്നുവിൻ്റെ അമ്മക്കും ഈ വരമ്പ് കൂടെ നടക്കാൻ പേടിയായല്ലോ. നല്ല വലിയ റോഡിലൊക്കെ നടന്നിട്ട് ഇപ്പം പഴയ വഴിയൊക്കെ കാണുമ്പോൾ പേടിയാവും. ചിന്നുവിനില്ലല്ലോ ചിന്ന? നമ്മ വന്ന വഴി മറന്നുകൂടാന്നല്ലേ? വന്ന വഴി മറക്കരുത്, വന്ന വഴി മറക്കരുത്, എന്നിട്ട് വഴി മറന്നു പറഞ്ഞ പോലെ. വഴി മറക്കരുത്, പേടിക്കരുത്. യാശു എൻ്റെ കുഞ്ഞ് തലയെല്ലാം ചൊറിയുന്നത്. യാശുവിനിപ്പോൾ കുരുത്തക്കേടാണ് ഗ്യാസ്, ഭയങ്കര കുരുത്തക്കേട്. കുറച്ച് വാശിയൊക്കെ ഉണ്ട് കയ്യിൽ. നിങ്ങളെ ഈ കാണുന്ന പോലെയുള്ള പാവം കുഞ്ഞൊന്നും അല്ല ചില സമയത്ത്. പിന്നെ എല്ലാവരും വീഡിയോയിൽ യാശിനെ ഉൾപ്പെടുത്തണമൊക്കെ പറയും. പക്ഷെ നിങ്ങൾ പറയുന്നത് അത്രയും സിമ്പിളായിട്ടുള്ള കാര്യമല്ല ഇവൻ്റെ കൂടെ വീഡിയോ എടുക്കുക എന്നുള്ളത്. ഭയങ്കര ടാസ്ക്കാണ്. ചില മൊമെൻറ്റിൽ മാത്രം ഇങ്ങനെ, ഇപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണണമെങ്കിൽ അതിൽ കുറേ ബിഹൈൻഡ് സീൻസ് ഉണ്ട്. ലൈക്ക് അത് അത്രയും നമ്മൾ കഷ്ടപ്പാടാണ് ഇവൻ്റെ കൂടെ ഒക്കെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ. വീഡിയോയിൽ നിങ്ങൾ ഇവന്റെ ചിരിച്ച മുഖം മാത്രമല്ലേ കാണുന്നത്? അതെ കാണുന്നുള്ളൂ. പക്ഷെ ദേഷ്യം കണ്ടിട്ടുണ്ടായില്ല. ദേഷ്യവും കരച്ചിലും ഇതന്നെ അവൻ്റെ സ്ഥിരം പരിപാടി. അപ്പോൾ എന്ത് ഗൈസ്, അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട് അവൻ്റെ കൂടെ. പക്ഷെ ഒരു ദിവസമില്ലേ ഞാനില്ലേ പിന്നെ ഇവിടെ വന്നപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ, ഇങ്ങനെ ഒരു സ്കൂളിൽ പോകുന്നുണ്ടായിന്. അപ്പൊ ഇല്ലേ ഈ തോട്ടില് കൊറേ ചില്ലറ പൈസ വീണിട്ടുണ്ടായിന്. പൈസ വീണങ്ങ് വീണിട്ട് കിട്ടിയാ പറക്കൂലേ? നീ ഒരു പെറുക്കിയായിരുന്നല്ലേ ആ സമയത്ത്? പൈസ കിട്ടുന്നുണ്ടല്ലോ നോക്കല്. സ്കൂൾ പഠിക്കുന്ന സമയത്തല്ലേ? ഇനി പോണ്ടത് ഈ ഇടവഴികളിൽ കൂടെ. യശോ എങ്ങനെയുണ്ട് മോനെ? പഴവിടെന്ത് ആ കിയ തന്നെയല്ലേ ഇനി അത് എടുക്കാൻ പോണെങ്കിൽ പണിയുണ്ട്. ഇവിടെ ഒരു കിണറുണ്ട് അവസ്ഥ. അയ്യോ ഇതിലായിരുന്നു എടുക്കില്ല അമ്മേ. വ്ളോഗ് ഇടുന്നത് അമ്മ കീ വെക്കുന്ന സ്ഥലമല്ല പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് നോക്കുക, ഫുള്ള് ചെമ്പരത്തിന്റെ എല്ലാം കുറച്ചും കൂടെ വളർന്നു. ഇതിൽ നടക്കുന്ന വഴിയാകുമ്പോ അത്രയും കുഴപ്പമുണ്ടായിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന അവസ്ഥ. മുടിയെല്ലാം ഇങ്ങനെ താഴെയാക്കൂലേ? ഇവിടെ ഇഷ്ടം പോലെ ചെമ്പരത്തി ഉണ്ടല്ലേ? മുമ്പ് ഷാമ്പൂ ഒന്നും വാങ്ങിക്കില്ല, ഇത് തന്നെയാ. ഇതിന്റെ ആ തിരി എടുത്തിട്ട്
ഇങ്ങനെ കുത്തിയിട്ട് ചിന്നു ഷാമ്പു എന്താ ഇതിനാണ് തൂക്കു ചെമ്പരത്തി ഇങ്ങനെ തൂങ്ങിക്കിടക്കും ഗൈസ് നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു ഇപ്പം ഏകദേശം എത്തി ഇവിടുന്ന് കാണാൻ പറ്റുമായിരുന്നു മുമ്പേ പക്ഷെ ഇപ്പം ഈ മൊത്തം കാട് പിടിച്ച പോലെ ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ആൾക്കാർ പോകുന്നില്ല. ഇത് മെയിൻ ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ്. ബാക്കി അപ്പുറത്തെ വഴിയുണ്ട്. അത് മറ്റേ വാടക നിൽക്കുന്ന അവരുണ്ടാകുമ്പോ ഇവിടെ പോയിക്കൊണ്ടായിട്ട് അവര് മാറിയില്ല ഇപ്പൊ. അതാണ് മൊത്തം മുമ്പിൽ ആൾക്കാർ പോകുമ്പോ വലിയ പ്രശ്നം ഉണ്ടായില്ല. അല്ലാത്തപ്പോ ഇങ്ങനെ പിന്നെ അവരവരെ തോട്ടത്തിന്റെ ഉടമസ്ഥൻ വന്നിട്ട് വെട്ടണം. അവർക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇത് ഭയങ്കര കാട്ടിനുള്ളിൽ പോകേണ്ട അവസ്ഥയായില്ല. അയ്യോ എന്റെ കുഞ്ഞിനെയും കൂട്ടിട്ട് വന്നിട്ടാണ് ചോറിയുന്ന മോനെ. എവിടെ പോന്നെ നഴഞ്ഞ് അമ്മൂമ്മേനെ കാണുന്നില്ലല്ലോ. എവിടെ പോയി? സ്പൈഡറിന്റെ ബല. ഇവിടെ മുമ്പ് ഒരു കുളം ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം വൃത്തിയേടായില്ലേ. എത്ര ആൾക്കാര് കുളിച്ചോണ്ട് അലക്കിക്കൊണ്ടുന്ന കോളാന്ന് അറിയോ? നല്ല രസമുണ്ട്. അതിന് മുമ്പ് ഇവിടെ കുറെ ആൾക്കാരെല്ലാം വരുന്നത്. ഇപ്പൊ കുളം മറ്റേ കുളം വൃത്തിയേടായി സത്യം. എങ്ങനെ ഉണ്ടായത് അറിയോ? അമ്മമ്മ അടിയുണ്ട്. വാ മുകളിൽ പോയി അമ്മമ്മനെ വിളി. ആശു അമ്മമ്മയെ വിളിക്ക്. അമ്മമ്മ എവിടെ പോയി ചോദിക്ക്. എവിടെ പോയി? അമ്മമ്മ എവിടെ പോയി? അയ്യോ യാശുട്ടാ. യെസ് ഗൈസ്, ഫൈനലി നമ്മളിത് അങ്ങനെ വീടെത്തിരിക്കുന്നു. അയ്യോ ചാമ്പക്ക പിടിച്ചിനാ ഉണ്ട് ഗൈസ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ നോട്ടം പെട്ടത് ചാമ്പക്ക. ബാക്കി മുകളിലില്ല, നമുക്ക് തിന്നാൻ പറ്റിയ കുറച്ചെണ്ണം ബാക്കിയായി താഴെല്ലാം വീണ് കിടക്കുന്നു. ഇതാണ് ചിന്നിന്റെ വീട്. അപ്പൊ നമ്മൾ ആദ്യം വീട് ഇതാണ് ചിന്നിന്റെ ആദ്യത്തെ വീട്. അപ്പുറത്തെല്ലാം പോയില്ലേ? വീട് നമ്മളെ പഴയ വീടില്ലേ, എൻ്റെ വീട്, അവിടെ ഇതുപോലെ ഇങ്ങനെ ഈ സിറ്റിംഗ് ഉണ്ട്. രണ്ട് സൈഡ് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇരിക്കുന്നൊരു കസേര പോലത്തെ ഒരു സാധനം പോലെ. നമുക്ക് കയറിയ ഉള്ളില് അറിയില്ല. സപ്പുന്നുണ്ട്. ഇത് ഈ കാണുന്ന തോട്ടത്തിന്റെ ഇടയിൽ കൂടിയാണ് നമ്മളിപ്പോ വന്നത്. ഇതിന്റെ മേലെ ഞാൻ വീണ ഒരു ദിവസം വീടും താഴെ വീണ കുഞ്ഞിണ്ടാകുമ്പോ എന്നിട്ടൊന്നായിട്ടേ ഭയങ്കര സംഭവമാണല്ലോ. വീടിട്ടൊന്നും എന്തേലും സംഭവിച്ചിരുന്നു നമ്മളിപ്പോ കാണുമായിരുന്നു അല്ലേ? ഭാഗ്യമുണ്ട്. അയ്യ ആർക്ക്? നിനക്ക് ഭാഗ്യമുണ്ട് പറയും. എനിക്കൊന്നും പറ്റാതെ നിങ്ങൾക്ക് ഭാഗ്യല്ലേ? അതെ. യാഷ് പോയിട്ടേ ഈ വീട്ടിൽ ഇതുവരെ. ഫസ്റ്റ് ടൈം വെൽക്കം. വരുന്നല്ലേ വീട്ടില്. ഓനെ ഇപ്പൊ ചാമ്പൊക്കെ കിട്ടിയോണ്ട് ഇപ്പൊ അത് തന്നെ എന്തെങ്കിലും പൈപ്പില് വെള്ളമില്ല. പൈപ്പെല്ലാം നോക്കുന്നു. അതിൽ വെള്ളമില്ല. നമുക്കില്ല. മൂത്തമ്മരാടുന്ന് കഴുകാം. അപ്പൊ നമ്മളങ്ങനെ അകത്തേക്ക് കയറാണ്. ഇതെല്ലാം എടുത്താ ഇവിടെ എന്തെങ്കിലും ഉണ്ടായിട്ട് മുകളില് എല്ലാം മാറ്റിയില്ലേ? ഇവിടെ ആക്ച്വലി ഇവിടെ വാടകയ്ക്ക് ഉണ്ടായിരുന്നു കുറച്ച് മുമ്പേ. ഇപ്പൊ അവരും കൂടി പോയപ്പോ ഇങ്ങനെ ഒഴിഞ്ഞ ഇതുപോലെയായി. ഒരു ലൈറ്റ് പോലും ഇല്ല. ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ആകെ പൂജാമുറിയിലെ ലൈറ്റ് മാത്രം ഉണ്ട് വർക്ക് ചെയ്യുന്നത്. ഇവനെ കൊണ്ടുണ്ടായിരുന്നു. പൊടിയെല്ലാം മാറുന്നു. അല്ല വീട്ടിൽ ലൈറ്റ് എല്ലാം ഉണ്ടാ? നമ്മളെ പഴയ വീട് ആശുട്ടാ. ഇത് മാത്രമേ ഇല്ലൂടെ. പഴയ വീട്ടിലേക്ക് വന്നു ആശു. പഴയ വീട്ടിലേക്ക് വന്നു. ഈ പ്രഗ്നന്റ് ആകുമ്പോഴേ ആടല്ലോ വന്നില്ല. ഇവിടെ വന്നിട്ടല്ലോ. ഇവിടെ ഒരു മുറിയുണ്ട്. നമ്മുടെ ഏറ്റവും മോസ്റ്റ്ലി സ്പെഷ്യൽ മുറി, വില്യമ്മൻ്റെ മുറി. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇതാരെ ഫോട്ടോ? അച്ചച്ചൻ. മോയെ അച്ചച്ചൻ. എന്തൊരു അച്ചച്ചൻ? അച്ചച്ചൻ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത് കോളേജിലത്തെ ചിന്നുന്റെ ഞാൻ കാണിച്ചത്. അതായത് ചിന്നു കണ്ട ഗൈസ്, ചിന്നെ കാണിച്ചത് ഞാൻ. അതാണ് ചിന്നു. ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട് ഇതിന്റെ ഉള്ളില്. ചിന്നു കൊടുത്തമ്മ അമ്മ കണ്ടിട്ടേ ആവാണ്. 2 പ്രാവശ്യം ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം എന്താ കളി അറിയോ? അടിച്ചോ
അപ്പൊ വിദ്യാഭ്യാസം ഒന്നും വേണ്ട, ഇങ്ങനെ കളിക്കണം. ചിന്ന ബാങ്കിൽ ജോലി ചെയ്യുന്ന ഞാൻ ബാങ്കിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലിരിക്കും. എന്നിട്ട് ഈ ഗ്യാപ്പില്ലേ, അപ്പൊ മണി വന്നിട്ട് എന്തെങ്കിലും കടലാസ് ഇങ്ങനെ ഇട്ടരും ഇതിന്റെ അടിയിലെ കൂടിയിട്ട്. അപ്പൊ ഞാൻ അതിന്റെ പൈസ ഇട്ട് കൊടുക്കും, ക്യാഷ്. ചിന്നി ഇവിടെ നിന്നിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അത്രേ ഫണ്ട്. മണി വരുമ്പോ അങ്ങോട്ടെല്ലാം പോവും. ഇവിടെ ചക്കയുണ്ട് ഗൈസ്, കണ്ട പ്ലാവ് ചക്ക ഉണ്ട്. ഞാൻ വെറുതെ പറഞ്ഞില്ല, കണ്ട ചക്ക. യെസ്, ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടായിന്. എന്താ കഴിഞ്ഞില്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഡോർ എടുക്കട്ടെ. ചേട്ടാ ലോക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഡൺ. അയ്യോ, ആൾക്കാരില്ലെങ്കിൽ വീട് പോയി അല്ലേ? ചക്ക ഉണ്ടേ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമ്മളതല്ല അല്ലേ? ഞാൻ വലിയ കാര്യത്തിൽ നിങ്ങൾക്ക് ചക്ക ഉണ്ട് വാങ്ങിട്ടല്ലോ പറഞ്ഞു. പക്ഷെ ഞങ്ങക്ക് കിട്ടുവാണെങ്കില് കൊറേ ഉണ്ട് കൈസക്ക. താഴെ നോക്ക്, ആടല്ലേ? എന്താ വീടല്ലത്തെ ചക്ക 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 ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് ചക്ക. ഞാൻ വിചാരിച്ചത് ഇതല്ലേ വരുത്, പക്ഷെ ഒന്നും വരുതല്ല ഗൈസ്. അപ്പുറത്തെ വെളുപ്പൊന്നും വേണമെങ്കിൽ പറിച്ചെടുക്കാൻ മാത്രം. അമ്മ പോയാടാ? അമ്മ പോയൊരു യെസ് ഗൈസ്. അപ്പോൾ ഇതാണ് ചിന്നിൻ്റെ പഴയ വീട്. ഇപ്പുറത്തെ റൂമെല്ലാം കാണിക്കാണ്ടായി, പക്ഷെ ഫുള്ള് പൊടി ഇതെല്ലാം ആയിട്ട് കയറാൻ പറ്റുന്നില്ല. ഒരു റൂമേ ഇല്ലോ, കയറിയിട്ടില്ലല്ലോ. ഇല്ല, അത് ഫുള്ള് പൊടി പല്ലിയെല്ലാം ഉണ്ട്. പെട്ടിയല്ലേ പല്ലി നോക്കിയേ, കണ്ട ഈ പെട്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സാധനം എടുത്ത്. ഇത് അച്ഛമ്മേന്റെ പെട്ടിയാണ്, അച്ഛമ്മേന്റെ പഴയ പെട്ടി. അതിലൊന്നില്ലല്ലോ, പോയി പെട്ടി. കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ കൊണ്ടുവന്നതാണ്. എവിടുന്ന്? അച്ഛമ്മേന്റെ വീട്ടിൽ. അതെ, തായല്ല ചേച്ചി വന്നതാ. എന്തുണ്ട് മുമ്പെന്തെല്ലാം ഉണ്ടായിട്ടേ? മോഴയിലെല്ലാം പോയാ? മുയലുണ്ടോലാടാ? പോയാ മുയലെല്ലാം ഉണ്ടായിട്ടേ? റാബിറ്റ് ബാപ്പു അല്ല, റാബിറ്റിന്റെ ആടാ ആട്. റാബിറ്റ് ഉണ്ടോലു. നൈസ് അല്ലേ, ബോള് പോലെ. നിങ്ങൾ കണ്ടിട്ടേ ഇതുവരെ? അപ്പോ ഇതുവരെ അടിച്ചേ ബോള് പോലെ ഉണ്ട്. അമ്മ ഇവിടെ പോയെങ്കിലേ തരും എനിക്ക് മാങ്ങ. മാങ്ങ വേണ? എടുത്ത് മാങ്ങ അമ്മമ്മയോട് ചോദിക്കും. മാങ്ങ തരും ചോദിക്ക് എന്നാ തരും. ചോദിക്കും മാങ്ങ ചോദിക്കും മോനെ, മാങ്ങ തരും ചോദിക്കും. മധുര പോയി. ഇവര് ഫുള്ള് കറങ്ങിട്ട് വന്നതും യാശുട്ട. യാശുവിന്റെ ശ്രദ്ധ ഫുള്ള് കടയെ നോക്കണം. മാങ്ങയില് പോയിന്ന് തോന്നിരിക്ക. മാങ്ങ തിരുന്ന് മുറിക്കുന്നുണ്ടാ. അത് മാങ്ങ തിരുന്ന് മാങ്ങ മനസ്സോ? കണ്ട മാങ്ങ പറഞ്ഞാൻ വരും. ഒരു കൈ എന്തി പിടിച്ചിനെ അങ്ങനെ അടിയിരുന്നോ? കുഞ്ഞാടിയിരുന്നോ? മാങ്ങ തരും അമ്മ, മാങ്ങ തരും. പോ അടിയിരുന്നോ? പപ്പ എടുക്കുന്നു ഒന്ന്. കുഞ്ഞോളും ഓളും മതി, പിന്നെ ഓളമ്മി കാറിൽ പോയതാ. പറഞ്ഞെടുക്കാത്തത് ഇപ്പൊ ഇത് വാങ്ങില്ല. കഴിഞ്ഞു. അത് അടുത്തൊന്നും കുഞ്ഞെടുത്തോളാ. നിങ്ങൾ നോക്കുന്നത് ഞാൻ പച്ചടിയാക്കി ആളെ കൊണ്ടേ പച്ചടിയാക്കുന്നില്ല. നിങ്ങളങ്ങനെ മാങ്ങ
ഇതാ മാങ്ങ തരുന്നേ, മാങ്ങ തരുന്നതാ. മണിച്ചോ മണിച്ചോ, താങ്ക് യു പറ അമ്മമ്മയോട്. താങ്ക് യു പറ. ഒരു ഉമ്മ എടുത്തേ, ഒരു ഉമ്മ എടുത്തേടാ കുഞ്ഞേ. തിന്നോ തിന്നോ തിന്നോ. ടാറ്റ പറ കുഞ്ഞേ, ടാറ്റ പറഞ്ഞേ, ടാറ്റ പറ. ഇതാണ് പഴയ വീട്, ആക്ച്വലി ഇതുവരെ റിലേറ്റീവിന്റെ വീട്. ടാറ്റ പറഞ്ഞേ, ടാറ്റ പറ. മാങ്ങ തരും, മാങ്ങ തരും, ടാറ്റ പറഞ്ഞേ. ഒരു മുഖത്തെ ഉമ്മ കൊടുക്കടാ, ഒരു മുഖത്തട പൊന്നെ കൊടുക്കടാ. ഒരു ഉമ്മ പറഞ്ഞേ, ഉമ്മ പറ, ഉമ്മ. അതൊക്കെ കണ്ടാ അമ്മമ്മ ചാമ്പൊക്കെ പറിച്ചിരി കുഞ്ഞിക്ക്. അത് ആടെ നോക്കി ക്യാമറയില്ല നിക്കാണ്ടേ. എന്നിട്ട് ചാമ്പക്ക കണ്ടാ, കണ്ട ചാമ്പക്ക വേണ ചാമ്പക്ക പറിച്ചിനി യാശുവിന്. അടി ഉണ്ടോ അടി രണ്ടെണ്ണം. അത് കണ്ട യാശു പറയുന്നേ അമ്മൂമ്മ എവിടെ പോയി, അമ്മമ്മ എവിടെ പോയി? യാശു അമ്മൂമ്മ എവിടെ പോയി, എവിടെ പോയി? അമ്മമ്മക്ക് പോയിട്ട് പണി അവിടെ ഉണ്ടോ? അവിടെ ഉണ്ടൂല അമ്മൂമ്മ, കാണുന്നില്ലേ? കണ്ടാ അത് പോകുന്ന അമ്മൂമ്മ, കണ്ടോ? അതാ അമ്മൂമ്മ വരുന്നു പറ, ആശു വരുന്നു പറ. ആശു വരുന്നു, ആശു വരുന്നു വരുന്നു. ശരിക്കും ആ വീട്ടില് പോകുമ്പോ ഒരു പഴയയിലേക്ക് പോയില്ലേ നമ്മ? അടുത്ത രീതിയെല്ലാം ഇപ്പഴും അടുപ്പിൽ തന്നെയാണ് ഊത്തുന്നത്, ചായ എല്ലാം ഉണ്ടാക്കല്. നല്ല രസല്ലേ? ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് മിസ് ചെയ്യുന്നത് ബലിയമ്മനെയാണ്. സത്യം. ഈ വീട് കാണുമ്പോതാ, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയണ്ട നമ്മ ഇപ്പം ഇപ്പൊ കാണാം നമുക്ക്. ഇപ്പൊ നമ്മളിപ്പം ഇവിടെ വന്നിട്ട് ഞാനും ചിന്നു വന്നിട്ട് പോവാണെങ്കിൽ ആടെ നിന്നിട്ട് ഇങ്ങനെ ടാറ്റാക്കി കരയാൻ തുടങ്ങും. അത് മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും. അമ്മൂമ്മ അവിടെ പോയതാ. ആടെ ഒരു ബലിയമ്മ ഉണ്ട്, ബലിയമ്മ ടാറ്റ പറ, ടാറ്റ പറഞ്ഞേ, ടാറ്റാ. അക്കമ്മ ഉണ്ട്, അക്കമ്മ. അക്കമ്മ കാണുന്നുണ്ടാവും. അക്കമ്മേ, അക്കമ്മ എവിടെ പോയി? അമ്മൂമ്മ എവിടെ പോയി? കാണുന്നില്ലേ? കാണുന്നില്ലേ പൊന്നെ? നമുക്ക് താഴെ പോ, കുനിഞ്ഞോണ്ട് പോവാ. ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റ, ബൈ ബൈ.